വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു ചുരിദാർ ബിറ്റാണ്. സാധാരണ നമ്മളെ കടയിൽ നിന്ന് മേടിക്കുന്ന സാധാരണ ചുരിദാർ ബിറ്റ്. ഇത് ടോപ്പിൻ്റെ തുണി, ഇത് പാൻറ്റിൻ്റെ തുണിയാണ്, അതുപോലെ ഇത് ഷോളും. ഈ ഒരു ചുരിദാർ ബിറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ചുരിദാറിനുള്ള സാധാരണ ചുരിദാറിനുള്ള ഒരു തുണി കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ബാക്കി വരുന്ന പീസ് കൊണ്ട് നമുക്ക് ഒരു വയസ്സായ ഒരു മോൾക്കുള്ള ഫ്രോക്കിനുള്ള തുണിയും കൂടെ ഈ ഒരു ചുരിദാർ ബിറ്റിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ചുരിദാർ പാൻറ്റാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ തുണിയൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ പാൻറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ തുണി രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. സാധാരണ നോർമൽ പാൻറ്റാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഏത് പാൻറ്റാണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി സിഗരറ്റ് പാൻറ്റ് ആണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സീറ്റ് റൗണ്ട് എത്രയാണോ വേണ്ടതെന്ന് നോക്കാം കേട്ടോ. സീറ്റ് റൗണ്ടിൻ്റെ ആ ഭാഗത്തായിരിക്കുമല്ലോ കുറച്ചും കൂടെ വീതി നമുക്ക് വേണ്ടി വരിക. ഹിപ്പ് റൗണ്ട് അത്രയധികം വേണ്ടി വരില്ലല്ലോ, പക്ഷേ സീറ്റ് റൗണ്ട് ആണല്ലോ കുറച്ചും കൂടെ വേണ്ടി വരിക. അപ്പോൾ നമ്മൾ ആദ്യം സീറ്റ് റൗണ്ട് നമുക്ക് എത്രയാണോ നോക്കുക. എനിക്കിവിടെ സീറ്റ് റൗണ്ട് വേണ്ടത് 15 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ആ 15 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം കേട്ടോ. അതായത് 1 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 15 ഇഞ്ച് എടുക്കുന്നുണ്ടല്ലോ, ആ ഭാഗത്തായിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒന്ന് ലൈന് വരച്ച് കൊടുക്കുക. ആ തുണി നീളത്തിൽ മൊത്തത്തിലൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നീളത്തിൽ ഫുള്ളായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. മെലിഞ്ഞ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ബാക്കി വരുന്നത് ആ പീസൊക്കെ വെച്ചിട്ട് നമുക്ക് 2 വയസ്സായ കുട്ടിക്കും 3 വയസ്സായ കുട്ടിക്കൊക്കെ നമുക്കിതുപോലെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പാൻറ്റിൻ്റെ പീസിൽ നിന്നും ഈ ഒരു വീതിയിലുള്ള പീസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കാം, ഈ ഒരു തുണിയുടെ വീതി എത്ര ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ 11 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു 11 ഇഞ്ച് ലെങ്ത്ത് വരുന്ന പീസ് മതിയാവും കേട്ടോ. ഒരു വയസ്സ് 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് സ്കേർട്ടിൻ്റെ പോർഷന് അത് മതിയാവും. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ ഇത്ര വീതി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു ബേബിക്ക് 1 വയസ്സായ ബേബിക്കൊക്കെ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് മതിയാവും. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു തുണി ഉണ്ടല്ലോ, ഇതൊന്ന് 4 ആക്കി മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് പാൻറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. കറക്റ്റായിട്ട് 4 ആക്കി മടക്കിയിട്ട് നിവർത്തിയിട്ട് കൊടുക്കുക. ഫോൾഡായിട്ടുള്ള ഭാഗം നമ്മുടെ ഭാഗത്തേക്കാക്കിയിട്ട് വേണം കേട്ടോ മടക്കിയിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഹിപ്പ് എടുത്തിട്ടുള്ളത് 13 ഇഞ്ചാണ് കേട്ടോ. സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് 13 ഇഞ്ച് എടുത്തിട്ടുള്ളത്. നമ്മൾ താഴെ സീറ്റ് റൗണ്ടിൻ്റെ ആ ഭാഗത്തായേക്കും 13 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ 15 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കർവ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ തുണി ഒട്ടും വേസ്റ്റ് ആക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ 2 മീറ്റർ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ തുണിയിൽ നിന്ന് ഫ്രോക്കിൻ്റെ സ്കേർട്ടിനുള്ള പോർഷനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ പീസിൽ നിന്ന് നമുക്ക് ടോപ്പിൻ്റെ ബോഡി പാർട്ടിനുള്ള പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ പീസിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. ഓൾറെഡി ഞാൻ ചുരിദാറിൻ്റെ പീസ് അളവനുസരിച്ച് ചുരിദാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വന്ന പീസിൽ നിന്ന് നമുക്ക് സ്ലീവിനുള്ള പീസും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പീസ് വെച്ചിട്ടാണ് നമ്മൾ ബോഡി പാർട്ടിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന പീസാണ് കേട്ടോ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പം നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ഒരു 2 പീസ് മതിയാവും കേട്ടോ ബോഡി പാർട്ടിന് വേണ്ടിയിട്ട്. അതായത് ഒരു 1 ഇയർ ബേബിക്ക് ഈ ഒരു പീസ് മതിയാവും ബോഡി പാർട്ടിനായിട്ട്. അപ്പം നമുക്കിതൊന്ന് അളന്ന് നോക്കാം കേട്ടോ, ഇത് എത്രയാണ് ഉള്ളതെന്ന്. ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. അപ്പം നമുക്ക് 7 ഇഞ്ച് വേണ്ട, ശരിക്കും ഒരു 6 ഇഞ്ചൊക്കെ മതിയാവും. പിന്നെ അലവൻസും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 7 ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ വീതി വരുന്നത് 12 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 1 ഇയർ ബേബിക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ 4 ആക്കി മടക്കിയിട്ട് വെച്ച് കൊടുത്താൽ കറക്റ്റാണ് കേട്ടോ. 5 ഇഞ്ച് 6 ഇഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ധാരാളം മതിയാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്ക് ഈ ഒരു പീസിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഒരു ചുരിദാറിന് വേണ്ടിയിട്ടുള്ള പീസ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചുരിദാർ ബിറ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഈ രീതിയിലൊക്കെ നമുക്ക് അതിനെ യൂസ്ഫുൾ ആക്കാം കേട്ടോ, നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു 4 പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ജോയിൻ ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളൊരു ചുരിദാർ ബിറ്റിൽ നിന്ന് ഒരു 6 മാസം മുതൽ 1 വയസ്സ് വരെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഇതുപോലെ ചുരിദാർ ബിറ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് കുഞ്ഞുമക്കളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രോക്കിനുള്ള തുണി ലാഭിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ചുരിദാർ ബിറ്റൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒട്ടും തുണി വേസ്റ്റ് ആക്കാതെ നമുക്ക് ഈ ഒരു ചുരിദാർ ബിറ്റിൽ നിന്ന് ഒരു ഫ്രോക്കും